എന്താണ് ഈ ഷോർട്ട് ഹജ്ജ് പാക്കേജ്? ഒരു പുതിയ സംവിധാനമാണ്. ഹജ്ജ് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് തുടങ്ങിയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഷോർട്ട് ഹജ്ജ് പ്രിഫർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. യെസ് നോ. ഷോർട്ട് ഹജ്ജ് നേരത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പുതിയ സംവിധാനമാണ്. ഷോർട്ട് ഹജ്ജ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അതുണ്ട്, ഹജ്ജ് ഷോർട്ടായിട്ട് ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാധാരണ നമ്മുടെ ഒരു ഹജ്ജിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 40 to 45 days ആണ്. 40 മുതൽ 45 വരെ ദിവസങ്ങളാണ് ഒരു ഹാജിക്ക് മക്കയിലും മദീനയിലുമായിട്ട് ചെലവഴിക്കാൻ സർക്കാർ സംവിധാനം ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ പീരിയഡ് കുറക്കുന്നൊരു സ്കീമാണത്. പക്ഷെ കുറക്കുന്നതിനനുസരിച്ച് പൈസ കൂടുകയാണ്. അങ്ങനെയാണ് പറയുന്നത്. 20 days ആണ്, 20 ദിവസമാണ് അത് ഏതാണ്ട് ഫിക്സ് ചെയ്യുന്നത്. 20 ദിവസം കൊണ്ട് ഹജ്ജിന് പോയി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരാവുന്ന ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഹജ്ജ് ചെലവ് കുറയും എന്നുള്ളതാണ്. പക്ഷേ കുറയില്ല, ഒരു പക്ഷേ കൂടിയേക്കാം എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ സൗദി ഗവൺമെൻറ് ആ ഏരിയയിലെ ഒരു ബിൽഡിങ് ഇത്ര ദിവസത്തിന് വേണ്ടിയിട്ട് അല്ല പറഞ്ഞ് റെൻറ്റിന് എടുക്കുന്നത്, ആ ഹജ്ജ് പീരീഡിന് ടോട്ടലാണ്. അപ്പോൾ മൊത്തത്തിൽ 40 to 45 എന്ന് പറഞ്ഞില്ലേ, ചിലർക്ക് 39 ദിവസം കിട്ടും, ചിലർക്ക് 47 ദിവസം വരെ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സെയിം റേറ്റ് ആയിരിക്കും. അപ്പോൾ അത് പറയുന്ന ആ ഒരു പീരീഡ് മൊത്തമാണ് റൂം ബുക്ക് ചെയ്യുന്നത്, ആ ബിൽഡിംഗ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് ഹജ്ജ് എന്ന് പറയുന്നത് 20 days ആണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. 20 ദിവസത്തിനുള്ള മൊത്തം തീർത്തിട്ട് വരാം. പിന്നെ അത് ചിലപ്പോഴും കുറച്ച് തിരക്ക് പിടിച്ച ആളുകൾക്ക്, പ്രായമുള്ള ആളുകൾക്ക് ഒക്കെ സ്യൂട്ടബിൾ ആയിരിക്കാം. ഷോർട്ട് എന്നുള്ളത് ഡ്യൂറേഷനിൽ മാത്രമേ ഉള്ളൂ, പൈസയിലല്ല.